ഇപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് നോക്കുന്നത്. നമുക്കതാ നല്ല അടിപൊളി സൂപ്പർ മീൻകറിയാണ് കൂട്ടുകാരതാ. നോക്കേ, അടിപൊളി. നമ്മൾ നേരത്തെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല കുറുകിയ ചാറോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ചെയ്ത് നോക്കി കൂട്ടുകാരെ, എനിക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീൻകറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും നമ്മൾ ഈ മീൻകറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ 3-4 ഐറ്റം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് ചട്ടി വെച്ച് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഉലുവയും കൂടി ചേർത്ത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഉലുവയും കടുവും പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് വെളുത്തുള്ളി എടുക്കുക. നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുടംപുളിയാണ് ചേർക്കേണ്ടത്. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തോടെ തന്നെ നമുക്ക് ചേർക്കാം. നല്ല ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് എണ്ണ തെളിയുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചൂടുവെള്ളം തന്നെ വേണം. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊള്ളച്ചുഴ എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഒരു 10-25 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ കറി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിപ്പം എടുത്ത സാധനം ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് നോക്കുന്നത്. നമുക്കതാ നല്ല അടിപൊളി സൂപ്പർ മീൻകറിയാണ് കൂട്ടുകാരതാ. നോക്കേ, അടിപൊളി. നമ്മൾ നേരത്തെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല കുറുകിയ ചാറോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ചെയ്ത് നോക്കി കൂട്ടുകാരെ, എനിക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ